പണവും അധികാരവും കൈവന്നാൽ വന്ന വഴി മറക്കുന്ന ചുറ്റുമുള്ളവരെല്ലാം കൃമികീടങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കുന്ന സരോജ് കുമാർമാരാണ് കൂടുതൽ നമ്മുടെ ചുറ്റും. ഹലോ, ആസിഫ് അലി രമേശ് നാരായൺ പ്രശ്നം ആസിഫ് അലിയുടെ സ്റ്റേറ്റ്മെന്റോട് കൂടി ഏകദേശം ഒതുങ്ങിത്തീർന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ ചെറിയ ചെറിയ ഓളങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണാനുണ്ട്. പക്ഷെ അത് 1-2 ദിവസത്തിനുള്ളിൽ കെട്ടോളും. ആ രീതിയിലാണ് ആസിഫ് അലി സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അന്ന് പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ആസിഫ് അലിയുടേത് വളരെ മെച്യൂർഡ് ആയിട്ടുള്ള, വളരെ എലഗന്റ് ആയിട്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അതൊരു തീയായി ആളിപ്പടർന്നു എന്നാണ് സത്യം. ഒരാളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ എന്തായാലും സമൂഹം റിയാക്ട് ചെയ്യും. അങ്ങനെയുള്ള റിയാക്ഷൻ ആണ് സംഭവിച്ചത്. ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ കാര്യകാരണ സഹിതം ഉള്ള വീഡിയോ ആയിരുന്നു അത്. നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. അപ്പോ ആസിഫ് അലി രമേശ് നാരായൺ പ്രശ്നം ഒരു വർഗീയ ലെവലിലേക്ക് വളർത്താൻ ചിലരെങ്കിലും കുത്സിതമായി ശ്രമിച്ചിരുന്നു എന്നത് സത്യമാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള കമന്റുകളും ചില അഭിപ്രായങ്ങളും ചില സ്പെസിഫിക് വീഡിയോസും എല്ലാം ആ ആംഗിളിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ചിലർക്കെങ്കിലും, ചില തൽപര കക്ഷികൾക്ക് ഇതൊരു വർഗീയ പ്രശ്നമായിട്ട് വളർത്താൻ ഒരു താല്പര്യം, സ്ഥാപിത താല്പര്യം എന്ന് നമ്മൾ പറയുമല്ലോ, ആ സംഭവം ഉണ്ടായിരുന്നു. അവർ അതിനുള്ള ശ്രമവും നടത്തിയിരുന്നു. എന്തായാലും ആദ്യം രമേശ് നാരായണൻ തന്നെ അതിനെപ്പറ്റി പറഞ്ഞു. അതിനുശേഷം ആസിഫ് അലിയും കൂടെ പറഞ്ഞു ഇത്തരം കാര്യങ്ങളെ ആ ലെവലിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ഇതൊരു ഈഗോ ക്ലാഷ് ആണ്, ഈഗോയുടെ ഇഷ്യൂ ആണ്. രമേശ് നാരായണൻ ഈഗോ ഹേർട്ട് ആയി. അയാൾ കുറച്ചൊക്കെ അഹങ്കാരമുള്ള ആൾ തന്നെയാണ്. കാരണം ഇതിനു മുമ്പുള്ള പല ഇൻസിഡൻസിലും അത് നമുക്ക് മനസ്സിലായതാണ്. അപ്പോ അയാളുടെ ഈഗോ ഹേർട്ടായി. അപ്പോഴാണ് അയാൾ റിയാക്ട് ചെയ്തത്. വാട്ട് എവർ, അത് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നത് മമ്മൂക്കയെ പറ്റിയാണ്. ചില വലിയ വലിയ വ്യക്തിത്വങ്ങളുണ്ട്, ചില മഹത്തായ വ്യക്തിത്വങ്ങളുണ്ട്. അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ അവരെ സംബന്ധിച്ച് വളരെ ചെറിയ കാര്യങ്ങളായിരിക്കാം. പക്ഷേ അത് സമൂഹത്തിനുണ്ടാക്കുന്ന ഇമ്പാക്ട്, അത് റിസീവ് ചെയ്യുന്ന ആൾക്ക്, അതർ എൻഡിൽ അത് റിസീവ് ചെയ്യുന്ന ആൾക്ക് അത് നൽകുന്ന സന്തോഷം, സമൂഹത്തിന് അത് നൽകുന്ന പോസിറ്റീവായിട്ടുള്ളൊരു ഇമേജ്, പോസിറ്റീവായിട്ടുള്ളൊരു ചിന്ത എല്ലാം വളരെ വലുതാണ്. അങ്ങനെയുള്ള 2 കാര്യങ്ങളാണ് ഞാൻ ഇന്നലെ മമ്മൂക്കയിൽ നിന്ന് കണ്ടത്. അത് ആദ്യത്തത്, അദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് എറണാകുളത്ത് ഒരു അപ്പാർട്ട്മെന്റിൽ നടക്കുന്നുണ്ട്. ഗൗതം വാസുദേവ് മേനോന്റെ സിനിമയാണ്, അതിന്റെ ഷൂട്ടിംഗ് ആണ് നടക്കുന്നത്. അവിടെ ഒരു അപ്പാർട്ട്മെന്റിലെ മഹാദേവ് എന്ന കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അയാൾ മമ്മൂക്ക ഫാനാണ് ആ കുട്ടി. ആ കുട്ടിക്ക് മമ്മൂക്ക ഒരു ഗിഫ്റ്റ് കൊടുത്തു, ബർത്ത്ഡേ ഗിഫ്റ്റ്. വളരെ സിമ്പിൾ, വളരെ ചെറിയ, മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു ഗിഫ്റ്റാണ്. 1500 രൂപയോ മറ്റോ വിലയുള്ളതായിരിക്കാം. ലംബോഗിനി കാറാണ്, റിമോട്ട് കൺട്രോൾഡ് കാറാണ്. അത് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ 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 തുച്ഛമായ എമൗണ്ടിൽ വരുന്ന ഒരു ഗിഫ്റ്റാണ്. പക്ഷേ ആ കുട്ടി ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സ്വർഗം കിട്ടിയ ഫീലാണ്. അവൻ വളർന്നു വലുതായി ഓൾഡ് ഏജിൽ ഒരു വയസ്സാം കാലത്തെത്തിയാലും ഈ മെമ്മറി ഇൻടാക്ട് ആയി തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അമ്മാതിരി ഒരു ഗിഫ്റ്റാണ് മമ്മൂക്ക കൊടുത്തത്. മമ്മൂക്കയുടെ സമയം, തന്റെ ജീവിതത്തില് വിലപ്പെട്ട സമയങ്ങളിൽ കുറച്ച് ആ കുട്ടിയോടൊപ്പം ചെലവഴിച്ച്, അത് ചിലപ്പോൾ കുറച്ച് മിനിറ്റുകൾ മാത്രമാകാം, പക്ഷെ ആ ചെലവഴിക്കുന്ന സമയത്തിന്റെ വാല്യൂ വളരെ വലുതാണ്. ഇത് കൊടുക്കുന്ന സന്ദേശം അതിലും വലുതാണ്. രണ്ടാമത്തെ ഇൻസിഡന്റ്, അതിലും നായകൻ മമ്മൂക്ക തന്നെയാണ്. ജസ്ഫർ എന്നൊരു വ്യക്തി, അയാൾ ദുബായിലാണെന്ന് തോന്നുന്നു. അയാൾക്ക് മസ്കുലർ ഡിസ്ട്രോഫി എന്നൊരു ന്യൂറോളജിക്കൽ ഇഷ്യൂ ഉണ്ട്. മസിൽസ് എല്ലാം തളർന്നു പോകുന്ന ഒരു അസുഖമാണ്. അതിന് പെർമനന്റ് ക്യൂർ ഇല്ല. അപ്പോൾ അയാൾ തന്റെ വായിൽ ബ്രഷ് കടിച്ചു പിടിച്ച് ഒരു ഷർട്ട് ഡിസൈൻ ചെയ്തിരുന്നു. അതോടൊപ്പം മമ്മൂക്കയുടെ ചിത്രവും അയാൾ വായിൽ ബ്രഷ് കടിച്ചു പിടിച്ച് വരച്ചിരുന്നു. ഇത് രണ്ടും കഴിഞ്ഞ മാസം അയാൾ മമ്മൂക്കയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരുന്നു. ഒന്ന് മമ്മൂക്കയുടെ ചിത്രം, രണ്ടാമത്തത് ഒരു വൈറ്റ് ഷർട്ടിൽ ഒരു നീല ഡിസൈൻ ചെയ്ത ഷർട്ട്. അത് ഇന്നലെ മമ്മൂക്ക ഇടിയൻ ചന്തുവിന്റെ ഗാനത്തിന്റെ ലോഞ്ചിങ്ങിനായിട്ട് വന്നപ്പോൾ ധരിച്ചിരുന്നു. അന്ന് ഈ ഗിഫ്റ്റ് ലഭിച്ചപ്പോൾ തന്നെ മമ്മൂക്ക ആ കുട്ടിയോട് പറഞ്ഞിരുന്നു താൻ ഇത് ധരിക്കുമെന്ന്. അത് ഇന്നലെ അദ്ദേഹം ധരിച്ചു. ഇടിയൻ ചന്തുവിലെ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്നോ മറ്റുള്ള പാട്ടാണ് ഡാബ്സി പാടിയതാണ്. അതിന്റെ ലോഞ്ചിന് വന്നപ്പോഴാണ് അദ്ദേഹം ധരിച്ചത്. ഇതും മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു കാര്യമാണ്, വളരെ നിസ്സാരമായ കാര്യമാണ്. പക്ഷേ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, അത് നൽകുന്ന സന്തോഷം, അത് ഈ ജസ്ഫറിന് മാത്രമല്ല, അയാളുടെ ഫാമിലിക്ക് മാത്രമല്ല, കാണുന്ന നമ്മളിൽ ഓരോരുത്തർക്കും സന്തോഷവും പോസിറ്റീവ് എനർജിയും തരുന്ന ഒന്നാണ്. ചില ദോഷേക ദൃക്കുകൾ പറയുമായിരിക്കും ഇതിൽ എന്തിരിക്കുന്നു, ഇത് വലിയ കാര്യമാണോ, ഇതിനെ ഇത്രയും പുകഴ്ത്താൻ എന്താണ്? ഇതിൽ പുകഴ്ത്താനുണ്ട് സുഹൃത്തെ, ഇതിൽ പുകഴ്ത്താനുണ്ട്. മമ്മൂക്കയ്ക്ക് ഡ്രസ് ഡിസൈൻ ചെയ്യാൻ പേഴ്സണൽ ഡിസൈനേഴ്സ് ഉണ്ട്. മമ്മൂക്കയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ മമ്മൂക്കയുടെ റിലേറ്റീവ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, അവിടെ കുട്ടികളുണ്ട്. പക്ഷേ ഒരു ആരാധകന്, ഒരു കുട്ടി ആരാധകന് ഗിഫ്റ്റ് കൊടുക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തുന്നു. ഒരു കുട്ടി ആരാധകൻ ഡിസൈൻ ചെയ്ത ഷർട്ട് അദ്ദേഹം ധരിക്കുന്നു. അതൊന്നും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ സിമ്പിൾ എന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ അത്ര സിമ്പിൾ അല്ല. അത് അനുഭവിക്കുന്നവർക്കേ അതിന്റെ വാല്യൂ മനസ്സിലാവുകയുള്ളൂ.
അതല്ലെങ്കിൽ നിങ്ങൾ ഈ ജസ്വന്റെ ഫാമിലിയോട് ചോദിക്കുക, അതല്ലെങ്കിൽ മഹാദേവന്റെ ഫാമിലിയോട് ചോദിക്കുക, അത് നൽകിയ സന്തോഷം എത്ര വലുതാണെന്ന്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ യുവ നടന്മാർക്കും പരീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഇത് ജീവിതത്തിലേക്ക് ഇംബൈബ് ചെയ്യാവുന്നതാണ്. ജീവിതത്തിൽ നിങ്ങളും ഫോളോ ചെയ്താൽ, നിങ്ങളും ഇതിനെ പിന്തുടർന്നാൽ നിങ്ങളും വലിയ കലാകാരന്മാർ എന്ന നിലയിൽ ആദരിക്കപ്പെടും. അതല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള സരോജ് കുമാറായിട്ട് നിൽക്കാൻ ആർക്കും സാധിക്കും. സരോജ് കുമാർമാരാണ് സമൂഹത്തിൽ കൂടുതൽ. പണവും അധികാരവും കൈവന്നാൽ വന്ന വഴി മറക്കുന്ന, ചുറ്റുമുള്ളവരെല്ലാം കൃമികീടങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കുന്ന സരോജ് കുമാർമാരാണ് കൂടുതൽ നമ്മുടെ ചുറ്റും. കൈയടിക്ക് വേണ്ടി എന്തും ചെയ്യുന്നവർ. പക്ഷേ അവരിൽ നിന്ന് മമ്മൂക്കയെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന് ഇത്തരം ചെറിയ 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 പ്രവൃത്തികളാണ്. ഈ ചെറിയ ചെറിയ പ്രവൃത്തികൾ നമുക്ക് നൽകുന്ന സന്ദേശമാണ്. യുവനടന്മാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഇതുപോലെ ആകാനുള്ള ശ്രമമെങ്കിലും നടത്തുക. എങ്കിൽ മാത്രമേ സമൂഹത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ കലാകാരനായി തുടരാൻ നിങ്ങൾക്ക് സാധിക്കൂ. നിങ്ങൾക്ക് സിനിമ നടനായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമായിരിക്കും. ഹിറ്റ് സിനിമകൾ കൊടുത്താൽ മതി, ജനങ്ങൾ നെഞ്ചിലേറ്റും. കഥാപാത്രങ്ങളിലെ നന്മ നിങ്ങളിലും ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് അവർ നിങ്ങളെ തലയിലേറ്റ് നടന്നോളും. പക്ഷേ ഒരു യഥാർത്ഥ മനുഷ്യൻ, ഒരു യഥാർത്ഥ കലാകാരൻ ഉന്നതിയിൽ എത്തണമെങ്കിൽ, അയാളുടെ പേര് കാലാകാലം നിലനിൽക്കണമെങ്കിൽ അയാൾ സമൂഹത്തിന് തിരിച്ചും ചില നന്മകൾ ചെയ്യേണ്ടതുണ്ട്. അയാളുടെ കഥാപാത്രങ്ങളുടെ നന്മകൾ മാത്രമല്ല, വെള്ളിത്തിരയിൽ നമ്മൾ കാണുന്ന നന്മകൾ മാത്രമല്ല, ഇയാൾ ജീവിതത്തിലും പാഠമാകാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കാണിക്കേണ്ടതുണ്ട്. കാരണം സമൂഹം നിങ്ങളിൽ നിന്ന് വളരെ 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 വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ കൂടുതൽ കാശ് ചെലവാക്കണമെന്നോ സമൂഹത്തിന് വേണ്ടി വാരിക്കോരി ചെലവാക്കണമെന്നോ ഒന്നും ആരും പറയുന്നില്ല. ഇത്തരം ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. ഇത്തരം ചെറിയ 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 നിമിഷങ്ങൾ ഇടയ്ക്കെങ്കിലും പാവപ്പെട്ടവർക്ക് വേണ്ടിയോ, നിങ്ങളെ ആരാധിക്കുന്നവർക്ക് വേണ്ടിയോ, കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയോ, രോഗങ്ങളിൽപ്പെട്ട് ഉഴലുന്നവർക്ക് വേണ്ടിയോ, പാവങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ ചെലവഴിച്ചാൽ മതി. കുറച്ച് സമയം, നിങ്ങളുടെ തിരക്കേറിയ ഷെഡ്യൂൾ ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ നിന്ന് കുറച്ച് സമയം മാറ്റിവെക്കാൻ എന്തായാലും നിങ്ങൾക്ക് സാധിക്കും. 5-10 മിനിറ്റ് മതി ഒരാളുടെ ജീവിതം മാറി മറിയാൻ. അതല്ലെങ്കിൽ ഒരാൾക്ക് ജീവിതകാലം മുഴുവൻ ഓർത്തോർത്ത് ചിരിക്കാവുന്ന സന്തോഷം നൽകാൻ. അപ്പോൾ മമ്മൂക്കയ്ക്ക് എൻ്റെ വക ഹൃദയത്തിൽ നിന്ന് ഒരു ബിഗ് സല്യൂട്ട്.